Let us turn our Bibles to Psalms 102. നമ്മുടെ വേദപുസ്തകത്തെ 100-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് തിരിക്കാം. Serve the Lord with gladness, come before his presence with singing. Serve the Lord with gladness, come before his presence with singing. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. How to serve the Lord, how to follow the Lord, it is written here. എപ്രകാരം ദൈവത്തെ സേവിക്കണം, എപ്രകാരം ദൈവത്തെ പിന്തുടരണം എന്നിവിടെ എഴുതിയിരിക്കുന്നു. Our God wants his children to be happy at all times. നമ്മുടെ ദൈവം തന്റെ മക്കൾ എപ്പോഴും സന്തോഷഭരിതരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. In all aspects, we must rejoice that our God expects. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാം സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. When we rejoice in his presence, നാം അവന്റെ സന്നിധിയിൽ ആനന്ദിക്കുമ്പോൾ, with gladness when we do everything, നാം സന്തോഷത്തോടു കൂടി സകല കാര്യങ്ങളും ചെയ്യുമ്പോൾ, our God also rejoices over us and do everything for us. നമ്മുടെ ദൈവവും നമ്മുടെ മേൽ ആനന്ദിച്ച് നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരും. It is inevitable for every child of God. അത് എല്ലാ ദൈവമക്കൾക്കും വേണ്ടുന്നതായ ഒന്നാകുന്നു. But many they don't understand. എന്നാൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല. They are in their own world having griefs and sorrows, complaints, murmurings. അവർ തങ്ങളുടേതായ ലോകത്തിൽ ദുഃഖവും നെടുവീർപ്പും പിറുപിറുപ്പും ഭ്രാന്തിയുമായി ഇപ്രകാരം പോകുന്നു. Even some they try to teach God murmuring and complaining, questioning. ചിലർ ദൈവത്തെ പോലും പിറുപിറുപ്പോടും ചോദ്യം ചോദിച്ചും പരാതിപ്പെട്ടും പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. They think because of their sorrows, griefs, questions or burdens, they can teach God, they can change God. അവരുടെ ദുഃഖവും നെടുവീർപ്പും ഭാരവും വേദനയും നിമിത്തമായി അവർക്ക് ദൈവത്തെ പഠിപ്പിക്കാം എന്നവർക്ക് തോന്നിപ്പോകുന്നു. But instead of that, we have to understand the mind of God. എന്നാൽ അതിനു പകരമായി ദൈവത്തിന്റെ മനസ്സിനെ നാം മനസ്സിലാക്കണം. And when we serve the Lord with gladness, നാം സന്തോഷത്തോടുകൂടി ദൈവത്തെ സേവിക്കുമ്പോൾ, even what are the things against us, it will come favor of us. നമുക്ക് വിരോധമായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരും. That is the secret of Christian life. അതാകുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം. In successful Christian life depends upon how we make the situation happier and gladly we face it. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എപ്രകാരം നമ്മുടെ ദുഃഖകരമായ കാര്യങ്ങളെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും അതിനെ ആനന്ദഭരിതരാക്കി മാറ്റുന്നു എന്നതാകുന്നു. And today let God teach us, let God make us to understand how joyfully, willingly, gladly to serve the Lord and get all blessings from him. ഇന്ന് ദൈവത്തെ എപ്രകാരം സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടുകൂടിയും അവനെ സേവിച്ച് അവൻ അനുഗ്രഹം പ്രാപിക്കണം എന്ന് നമുക്ക് പഠിക്കാം. It is true, people of Israel lacked many things. അതായത് വാസ്തവം തന്നെയാകുന്നു, ഇസ്രായേൽ ജനം പല കാര്യങ്ങളിലും കുറവുള്ളവരായിരുന്നു. But in the midst, they had to praise God joyfully. എന്നാൽ അതിന്റെ മധ്യത്തിലും സന്തോഷത്തോടുകൂടി അവർ ദൈവത്തെ When they സ്തുതിക്കേണ്ടിയിരുന്നു. murmured and complained, that became a big mistake. എന്നാൽ അവർ പിറുപിറുത്ത് പരാതി പറഞ്ഞപ്പോൾ അതൊരു വലിയ തെറ്റായി തീർന്നു. In Deuteronomy chapter 28, verse 47 and 48, when we read, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 47-48 വാക്യം നാം വായിക്കുമ്പോൾ, because thou servedest not the Lord thy God with joyfulness and with gladness of heart for the abundance of all things, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടു കൂടിയും സേവിക്കായ്ക കൊണ്ട്, therefore shalt thou serve thine enemies with the Lord shall send thee against thee in hunger and in thirst and in nakedness and in want of all things, and he shall put yoke of iron upon thy neck until he have destroyed thee. യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടു കൂടിയും സേവിക്കും. നിന്നെ നശിപ്പിക്കുന്നവരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. See, many they are in hunger, അനേകർ ഇപ്പോൾ വിശപ്പോടും thirst, ദാഹത്തോടും nakedness, നഗ്നതയോടും or want of many things, എല്ലാ ഞെരുക്കത്തോടും കൂടി, or they feel the yoke of iron on their shoulders. അല്ലെങ്കിൽ ആ ഇരുമ്പ് നുകം അവരുടെ കഴുത്തിലാകുന്നു എന്ന് അവർക്ക് തോന്നുന്നു. They feel that they are going to be destroyed very soon. അവർ എത്രയും വേഗം നശിക്കപ്പെട്ടു പോകുമെന്ന് അവർക്ക് തോന്നുന്നു. What is the reason? അതിന്റെ കാരണം എന്താകുന്നു? When God given everything abundance, ദൈവം സകലതും സമൃദ്ധിയായി നൽകി കൊടുക്കുമ്പോൾ, with joyfulness, gladness of heart, they did not serve God. അവർ സന്തോഷത്തോടുകൂടി ഹൃദയ ആനന്ദത്തോടുകൂടി അവർ ദൈവത്തെ സേവിച്ചില്ല. At least now, if they rectify themselves and start serving the Lord with gladness and joyfulness of heart, everything God will change for their blessing.
ഇപ്പോഴെങ്കിലും അവർക്കൊരു വ്യത്യാസം ഉണ്ടായിട്ട് ദൈവത്തെ ഉന്മേഷത്തോട് നല്ല ഹൃദയ സന്തോഷത്തോടും കൂടി സേവിച്ചാൽ അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. Because we have so many reasons to rejoice. നമുക്ക് ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ അനേക കാരണങ്ങളുണ്ട്. More than worldly people, we have millions of reasons. ലൗകികരെക്കാൾ നമുക്ക് ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. Day by day, He loadeth us with benefits. ദിനംതോറും അവൻ നമ്മെ നന്മകളാൽ അനുഗ്രഹിക്കുന്നു. Our God, He stands with us. നമ്മുടെ ദൈവം നമ്മോട് കൂടെ നിൽക്കുന്നവനാകുന്നു. He lives for us. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. He fights for us. അവൻ നമുക്ക് വേണ്ടി പൊരുതുന്നു. He supplies all our needs. അവൻ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി Like തരുന്നു. that, thousands and thousands of things we can tell. അപ്രകാരം ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. When we think about each and everything, നമ്മൾ ഈ ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ without rejoicing, there is no other option. നമുക്ക് ആനന്ദിക്കില്ലാതെ മറ്റു വേറൊരു ഇതും കാണുന്നില്ല. And quickly, because of the time constraint, I will mention the points in which all the areas we must rejoice in. സമയം കുറവായതിനാൽ ഏതെല്ലാം കാര്യങ്ങളിൽ നാം സന്തോഷിക്കണം എന്നുള്ളതിന്റെ പട്ടിക മാത്രം ഞാൻ പറയാം. First of all, ഒന്നാമതായി, when we praise God with gladness of heart, we have to praise God. നാം ദൈവത്തെ സ്തുതിക്കുന്നത് ഹൃദയ സന്തോഷത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കണം. Turning to book of Colossians chapter 1 verse 12, when we read, കൊലോസ്യ ലേഖനം 1:12 വാക്യം നാം വായിക്കുമ്പോൾ in Malayalam translation it is very clear, മലയാളം പരിഭാഷയിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. giving thanks joyfully unto the Father, which hath made us meet to be partakers of the inheritance of the saints in light. നാം തന്റെ സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്ത നമ്മുടെ ദൈവത്തെ നാം സ്തുതിക്കണം. സന്തോഷത്തോടെ നാം സ്തുതിക്കണം. That is the important thing. അതാകുന്നു പ്രധാനപ്പെട്ടതായ കാര്യം. Joyfully we have to praise God. നാം സന്തോഷത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Once we were under the control of enemy, ഒരിക്കൽ നാം ശത്രുവിന്റെ നിയന്ത്രണത്തിന് we were കീഴിലായിരുന്നു. the citizens of that enemy, that adversary, the devil. നാം ശത്രുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിരോധിയുടെ ആ സാത്താന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. We were getting the wages of death. നാം മരണത്തിന്റെ ശമ്പളം മേടിച്ചുകൊണ്ടേയിരുന്നു. Pain, gloominess, confusion, condemnations, like that so many wage we got, and in that there was no joy, no happiness. വേദനയും ഇരുളും ഖണ്ഡനവും കുറ്റാരോപണം അങ്ങനെ അപ്രകാരമുള്ള വിവിധങ്ങളായ ശമ്പളം നാം മേടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിലൊന്നും നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിച്ചില്ല. From Satan kingdom, he has translated and made us partakers of heavenly kingdom, or the kingdom of his dear son. സാത്താന്റെ രാജ്യത്ത് നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്ത് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി അവൻ നമ്മെ മാറ്റി. I'm thinking about that. We must thankfully or joyfully praise God. നാം അതിനെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നാം ദൈവത്തെ സ്തുതിക്കണം. And my life changed. My life is a privileged one now. എന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു. എന്റെ ജീവിതം ഇപ്പോൾ സൗഭാഗ്യമുള്ളതായിരിക്കുന്നു. That especially morning time we must praise God. പ്രത്യേകിച്ച് രാവിലെ സമയത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. When we start our day, that joy must be seen in our heart. നാം രാവിലെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടണം. And my God redeemed me. എന്റെ ദൈവം എന്നെ വീണ്ടെടുത്തു. And he purchased by his own blood. അവന്റെ സ്വന്തം രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. And from horrible pit and miry clay he has lifted me. താണതായ കുഴിയിൽ നിന്നും കുഴിഞ്ഞതായ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കരയേറ്റി. He has placed me on heavenly places. അവൻ നമ്മെ സ്വർഗീയ സ്ഥാനങ്ങളിൽ നിർത്തി. Now my life is different. ഇപ്പോൾ എന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കുന്നു. My place and position is different. എന്റെ സ്ഥാനവും എന്റെ പദവിയും വ്യത്യസ്തമായിരിക്കുന്നു. I am citizen of heaven. സ്വർഗത്തിന്റെ ഒരു പൗരനാകുന്നു. Or I am an ambassador of heaven in this world. അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ സ്വർഗത്തിന്റെ ഒരു സ്ഥാനാപതിയാകുന്നു. If we start praising God, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ God will come down in the praises and he will bless us with his new grace. ദൈവം ഇറങ്ങി വന്ന് തന്റെ പുതിയ കൃപയാൽ നമ്മെ അനുഗ്രഹിക്കുന്നു. When we eat ice cream നാം ഐസ്ക്രീം കഴിക്കുമ്പോൾ or any tasty food, അല്ലെങ്കിൽ നല്ല രുചികരമായ ആഹാരം ഭുജിക്കുമ്പോൾ we simply prolong the time. നാം സമയത്തെ ദീർഘിപ്പിക്കും. Why? എന്തുകൊണ്ട്? In our mind, we expect this should not finish. കാരണം നമ്മുടെ മനസ്സിൽ ഇത് തീർന്നു പോകരുതേ എന്നുള്ള It is very ആഗ്രഹം. tasty. അത് വളരെ രുചികരമാകുന്നു. Very little before me. അത് എന്റെ മുമ്പാകെ വളരെ As much as അല്പമായിരിക്കുന്നു. I must taste it. ഞാൻ അധികമായി അതിനെ ഭുജിക്കണം. In the same way, within limited period, we have to praise God more. അപ്രകാരം തന്നെ അല്പസമയം കൊണ്ട് തന്നെ നാം അധികമായി ദൈവത്തെ സ്തുതിക്കണം. And if we have the heart of praises, even after praising, our heart will go on praising God. നമുക്ക് സ്തുതിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ നാം സ്തുതിച്ചത് ശേഷവും നമ്മുടെ ഹൃദയം സ്തുതിച്ചുകൊണ്ടേ. Word of God says, taste and see how the Lord is good. ദൈവവചന പ്രകാരം പറയുന്നു, ദൈവമേ പ്രകാരമെന്ന് രുചിച്ച് നോക്കുവിൻ. When we taste and see, we can't be silent. ദൈവം നല്ലവനാകുന്നു നാം രുചിച്ച് നോക്കുമ്പോൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ സാധ്യമല്ല. When we experience God, our heart won't be allowed to be silent. നാം ദൈവത്തെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിശബ്ദമായിരിക്കാൻ സാധ്യമല്ല. So whenever we get opportunity to praise God,
top of our voice, from the depth of our heart, we praise God. അതിനാൽ എപ്പോഴെല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഏറ്റവും ഉച്ചയായ ശബ്ദത്തിൽ നാം ദൈവത്തെ സ്തുതിക്കണം. If anything goes against you, for that also praise God. ഏതെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായി തീർന്നാലും അതിനുമോർത്ത് ദൈവത്തെ സ്തുതിക്കണം. Word of God says, ദൈവവചനം പറയുന്നു, in everything we have to praise God. എല്ലാ കാര്യങ്ങളിലും നാം ദൈവത്തെ സ്തുതിക്കണം. We have to praise God at all times. എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ നാം സ്തുതിക്കണം. This is the will of God. ഇതാകുന്നു ദൈവഹിതം. That is also with gladness of heart. അത് നാം ഹൃദയ സന്തോഷത്തോടു കൂടിയേ ചെയ്യണം. Many praising God, അനേകർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, but that is not reaching heaven. എന്നാൽ അതോ സ്വർഗത്തിൽ എത്തുന്നില്ല. That is not reaching God's presence to pleasing God. അത് ദൈവത്തിന്റെ സന്നിധിയിലെത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. While I was in Delhi, ഞാൻ ഡൽഹിയിലായിരുന്ന വേളയിൽ one family and that couple conducting morning praising. ഒരു കുടുംബം, ആ ദമ്പതിമാർ രാവിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. While praising God, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന വേളയിൽ that time that husband, he was telling the name of believers. ആ ഭർത്താവ് വിശ്വാസികളുടെ പട്ടിക നോക്കി വായിക്കുകയായിരുന്നു. Wife and children, they were praising. ഭാര്യയും കൂടെ ഇരുന്ന് താൻ സ്തുതിച്ചുകൊണ്ടിരുന്നു. By the time she saw a vision. ആ സമയത്ത് ആ സഹോദരി ഒരു ദർശനം കണ്ടു. In that, angels are there around that place. അവിടെ ആ സ്ഥലത്തിന് ചുറ്റും ദൂതന്മാർ നിൽക്കുന്നു. When they are praising God, അവർ ദൈവത്തെ സ്തുതിക്കുന്ന and വേളയിൽ it was reaching the throne of God. It was going up. സ്തുതി സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. When they are concentrating, joyfully when they praise God, it is directly reaching to the presence of God. അവർ ഏകാഗ്രതയോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരുന്നു. When they slackly praising God, അവർ ദൈവത്തെ സ്തുതിക്കുന്നതിൽ അല്പം അലസതയായിരിക്കുമ്പോൾ it is going up and just vanish off. അത് മുകളിലേക്ക് പോകുന്നുണ്ട്, എന്നാലോ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്നു. It is not reaching the presence of God. അത് ദൈവസന്നിധിയിലേക്ക് എത്തുന്നില്ല. And angels were waiting to collect their praises, അവരുടെ സ്തുതി സംഭരിക്കേണ്ടതിനായി ദൂതന്മാർ കാത്തുകൊണ്ടിരുന്നു. to take it to the presence of God, but very few praises out of wholeheartedly it was coming out. ദൈവത്തിനെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കണവർ കാത്തുകൊണ്ടിരുന്നു. എന്നാൽ അല്പം സ്തുതികൾ മാത്രമേ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് അത് മാത്രമേ അവർക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചുള്ളൂ. She saw her husband praises were not reaching the throne of God. തന്റെ ഭർത്താവിന്റെ സ്തുതി ദൈവസിംഹാസനത്തിൽ എത്തുന്നില്ല എന്നും അവൾ ദർശനത്തിൽ കണ്ടു. Immediately she took the list from his hand, start reading and praising top of their voice. പെട്ടെന്ന് തന്നെ ആ സഹോദരി ആ ലിസ്റ്റ് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഏറ്റവും ഉച്ച സ്വരത്തിൽ ആ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. He asked, what you are doing? അപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, എന്താകും നിങ്ങൾ ചെയ്യുന്നത്? She explained it. അവർ പ്രകാരം വിശദീകരിച്ചു. And next day came to Faithom and explained everything. അടുത്ത ദിവസം ഫെയ്ത്തോമിൽ കടന്നു വന്ന് അതെല്ലാം വിശദീകരിച്ചു. Yes, when we gladly praise God, that reaches the presence of God. നാം സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ എത്തുന്നു. Second, രണ്ടാമതായി our prayer also must be with gladful heart. നമ്മുടെ പ്രാർത്ഥനയും ഹൃദയ സന്തോഷത്തോടു കൂടി ആയിരിക്കാം. In Philippians chapter 1 verse 4 when we read, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, always in every prayer of mine for you all making request with joy, St. Paul says. വിശുദ്ധ പൗലോസ് പ്രകാരമാകുന്നു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. How he prayed for others? എപ്രകാരമാകുന്നു അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? He said, I remembering always in my prayers. ഞാൻ എല്ലാവരും എപ്പോഴും നിങ്ങളെ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. And that also joyfully. അതും സന്തോഷത്തോടു കൂടി. Praying for others was a joyful for him. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് സന്തോഷഭരിതമായ കാര്യമാകുന്നു. If we truly love God, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ we would be loving others. നാം മറ്റുള്ളവരെയും സ്നേഹിക്കും. If we are loving God, definitely we will love our brethren. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളെയും നാം സ്നേഹിക്കും. When we pray for others, that shows how much we love God. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നെങ്കിൽ എത്രയധികം നാം ദൈവത്തെ സ്നേഹിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. But many times we say, I love God, but we don't pray for others. എന്നാൽ പലപ്പോഴും നാം പറയുകയാകുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, എന്നാലോ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. In truth, we are not loving God. നാം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. If we love God, definitely we will pray for others. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ വാസ്തവമായി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Like St. Paul, joyfully we will pray. വിശുദ്ധ പൗലോസിനെ പോലെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കും. For that there is reward. ഇതിലെ പ്രതിഫലവുമുണ്ട്. Many go to the presence of God, they don't find anything to pray. അനേക ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു, എന്നാലോ അവർക്ക് പ്രാർത്ഥിപ്പാൻ വിഷയങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ They feel boring അവർക്ക് അതൊരു വിരസമായി തോന്നുന്നു. because they don't have burden of others. കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരം അവർക്കില്ല. And they don't have neither love of God or love of man. എന്നാൽ അവർക്ക് ദൈവസ്നേഹവുമില്ല, മറ്റുള്ളവരെയും അവർ സ്നേഹിക്കുന്നില്ല. That's why they feel boring. അതുകൊണ്ടാകുന്നു അവർക്കത് വിരസതയായി തോന്നുന്നത്. But if they have true love of God, എന്നാൽ അവർക്ക് വാസ്തവമായ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ they will pray for others. Thus they will prove that they are loving God. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്രകാരം തങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവർ വെളിപ്പെടുത്തണം. In Psalms 122:1 when we read, 122-ാം സങ്കീർത്തനം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, I was glad when they said unto me, let us go to the house of the Lord.
ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. When they said unto me, let us go to the house of God, house of prayer, I was glad. യഹോവയുടെ ആലയത്തിലേക്ക്, പ്രാർത്ഥനാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. When anyone say, let us go to morning prayer, morning praising, night prayer, night praising, immediately we must become joyful. രാവിലത്തെ പ്രാർത്ഥന, രാവിലത്തെ സ്തുതി, വൈകുന്നേരത്തെ പ്രാർത്ഥന, വൈകുന്നേരത്തെ സ്തുതിക്ക് നമുക്ക് കടന്നു പോകാമെന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളും ആനന്ദഭരിതരാകണം. Even our family members, when they encourage us or call us, joyfully we must go there. നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ അതിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ സന്തോഷത്തോടുകൂടി നാം അങ്ങയുടെ ഇവിടേക്ക് കടന്നു ചെല്ലണം. Thirdly, മൂന്നാമതായി, even we must sing with joy. നാം ആനന്ദത്തോടുകൂടി പാട്ട് പാടണം. When we sing with joy, നാം ആനന്ദത്തോടുകൂടി പാട്ട് പാടുമ്പോൾ heaven will accept. സ്വർഗ്ഗം നമ്മെ അംഗീകരിക്കും. That is our God expects. അതാകുന്നു ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Psalm 71:23 when we read, 71 സങ്കീർത്തനം അതിന് 23 വാക്യം നാം വായിക്കുമ്പോൾ, my lips shall greatly rejoice when I sing unto thee. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. My lips shall greatly rejoice when I sing unto thee. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. Yes, this must be our condition too. ഇതായിരിക്കണം നമ്മളുടെയും അവസ്ഥ. In Isaiah 51 verse 11 when we read, യെശയ്യാ പ്രവചന പുസ്തകം 51 അധ്യായം അതിന്റെ 11 വാക്യം നാം the വായിക്കുമ്പോൾ, redeemed of the Lord shall return and come with singing unto Zion. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടുകൂടി സിയോനിലേക്ക് മടങ്ങി വരും. Everlasting joy shall be upon their heads. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. Because with singing they come. കാരണം അവർ സംഗീതത്തോടുകൂടി കടന്നു വരുന്നു. They are always praising God with wholeheartedly. അവർ മുഴു ഹൃദയത്തോടുകൂടി എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. So joy is upon their head. ആയതിനാൽ സന്തോഷം അവരുടെ തലമേൽ ഇരിക്കുന്നു. To find joy, they need not to go for sightseeing on any other place. സന്തോഷം കണ്ടെത്തേണ്ടതിന് അവർക്ക് സ്ഥലം സന്ദർശിക്കേണ്ടതിനോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകേണ്ടെന്നേ ആവശ്യമില്ല. In the presence of God, when they joyfully sing, God himself places joy on their head. ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഉല്ലാസഘോഷത്തോടുകൂടി പാട്ട് പാടുന്ന വേളയിൽ ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് സന്തോഷം പകരുന്നു. Sorrow and mourning shall flee away. ദുഃഖവും ഞരക്കവും വിട്ട് ഓടിപ്പോകും. They obtain gladness and joy. അവർക്ക് സന്തോഷവും ആനന്ദവും പ്രാപിക്കും. Why sorrow and sighing is there? എന്തുകൊണ്ടാകുന്നു ദുഃഖവും ഞരക്കവും ഉള്ളത്? Because we don't sing out of joy or gladness. നാം സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടുകൂടിയും പാട്ട് പാടാത്തത് കൊണ്ടാകുന്നു. We are singing. നാം പാട്ട് പാടുന്നുണ്ട്. Nowadays, everywhere ready-made things are available. ഈ നാളുകളിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന സകല കാര്യങ്ങളും നമുക്ക് ലഭിക്കും. Wherever we go, almost everything ready-made. നാം എവിടെ ചെന്നാലും അവിടെയെല്ലാം പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തയ്യാറായി വെച്ചിരിക്കുന്നു. Even garments, വസ്ത്രങ്ങളായാലും the electrical materials, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സാധനമായാലും no need to assemble. അതൊന്നും കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. Or need not to cook. അല്ലെങ്കിൽ പാചകം ചെയ്യേണ്ട ആവശ്യമില്ല. Ready-madely available. എല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. In Christian life, ക്രിസ്ത്യ ജീവിതത്തിലും much more easier than that. ഇപ്പോൾ അതിലും വളരെ ലളിതമാകുന്നു. Now, mobiles are praising God, but they are not praising. ഇപ്പോൾ മൊബൈലുകൾ സ്തുതിക്കുന്നുണ്ട്, എന്നാലോ അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. Their computers praising God, they are not praising. അവരുടെ കമ്പ്യൂട്ടറുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, അവരോ സ്തുതിക്കുന്നില്ല. Their speaker system always sings. അവരുടെ സ്പീക്കർ സിസ്റ്റം എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും. And that with musical instrument and other things. വാദ്യോപകരണങ്ങളും മറ്റുള്ള സകല കാര്യങ്ങളുമായി ശബ്ദം കേൾപ്പിക്കുന്നു. And new songs. പുതിയ പുതിയ പാട്ടുകൾ, Very attractive songs. നല്ല ആകർഷകമായ പാട്ടുകൾ, Very touching songs. വളരെ സ്പർശിക്കുന്നതായ പാട്ടുകൾ. They listen and enjoy. അവർ അത് ശ്രവിച്ച് സന്തോഷിക്കുന്നു. But they don't sing and enjoy. എന്നാൽ അവർ പാടി ആനന്ദിക്കുന്നില്ല. They don't sing. They don't praise God. അവർ പാടുന്നില്ല, അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. God will give heaven to these electronic gadgets, I think. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് ദൈവം സ്വർഗം നൽകി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാകുന്നു. Because they are praising God night and day. കാരണം അവർ രാവും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ. But people of God, they are not praising. എന്നാൽ ദൈവജനമോ ദൈവത്തെ സ്തുതിക്കുന്നില്ല. They are simply listening. അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. They become like God. അവർ ദൈവത്തെ പോലെ ആകുന്നു. Now, how God accept our praises, singing and thanksgiving, people are in the place of God, they are listening and enjoying. എപ്രകാരം ദൈവം നമ്മുടെ സ്തുതിയും പ്രാർത്ഥനയും പാട്ടുമെല്ലാം ആസ്വദിക്കുന്നു, അംഗീകരിക്കുന്നു, ആ സ്ഥാനത്ത് ഇപ്പോൾ ജനങ്ങളായിരുന്ന അവർ ഈ പാട്ടും സ്തുതികളും എല്ലാം കേൾക്കുകയാകുന്നു. Instead of praising God, they are enjoying it. ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായി അവർ അത് ആനന്ദിക്കുന്നു. That's why in their life, that blessing which God supposed to give is missing. ആയതിനാൽ ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കാണാതെ The ആയിരിക്കുന്നു. next thing, അടുത്ത കാര്യം, when whatever we give, നാം നൽകി കൊടുക്കുന്നതെല്ലാം all we must do it with joy and gladness. ആ ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടും ആനന്ദത്തോടും നാം ചെയ്യണം. In 2 Corinthians chapter 9 verse 7 when we read, 2 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 7 വാക്യം നാം വായിക്കും. here
about giving it is written, ഇവിടെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, God loveth cheerful giver. അവൻ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. God loveth cheerful giver. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. In 1 Chronicles chapter 20 verse 40 when we read, 1 ദിനവൃത്താന്തം 20-40 വാക്യം നാം വായിക്കുമ്പോൾ there was a big list. അവിടെ ഒരു നീണ്ട പട്ടികയുണ്ട്. What all the things they gave to work of God. ദൈവ വേലയ്ക്ക് വേണ്ടി അവർ എന്തെല്ലാം കൊടുത്തു എന്നവർ പറഞ്ഞിരിക്കുന്നു. End of that it is written, അതിന്റെ അവസാനമായി പ്രകാരം there എഴുതിയിരിക്കുന്നു, was joy in Israel. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നു. And in 1 Chronicles chapter 29, 2-5 when we read, 1 ദിനവൃത്താന്തം 29 അതിന് 2-5 വരെ നാം വായിക്കുമ്പോൾ here David ഇവിടെ ദാവീദ് and his captains അവന്റെ നായകന്മാർ and all his people, അവന്റെ സകല ജനവും how they gave to the work of God. എപ്രകാരമാകുന്നു അവർ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചെയ്തത്. In verse 5, 5 വാക്യത്തിൽ chief of the fathers അവിടെ പിതൃഭവന പ്രഭുക്കന്മാർ and princes അവിടെ പ്രഭുക്കന്മാർ and of the tribe of Israel ഗോത്ര പ്രഭുക്കന്മാർ and captains of thousands സഹസ്രാധിപന്മാർ and captain of hundreds ശതാധിപന്മാർ and with the rulers of king's work offered willingly. രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽ വിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. Yes, even unto Moses God told, മോശയോടും ദൈവപ്രകാരം പറഞ്ഞു. even in Exodus 25:2 when we read, പുറപ്പാട് പുസ്തകം 25 അതിന്റെ 2 വാക്യം നാം വായിക്കുമ്പോൾ, speak unto the people of Israel that they bring me an offering of every man that giveth it willingly with his heart, he shall take my offering. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനെയും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. Joyfully gave for tabernacle. സമാഗമന കൂടാരത്തിന് വേണ്ടി ഒരു സന്തോഷത്തോടു കൂടി കൊടുത്തു. And there was abundance. അവിടെ സമൃദ്ധി That's ഉണ്ടായിരുന്നു. why it was told, it is enough. അതുകൊണ്ടാകുന്നു പറഞ്ഞത്, ഇനി മതി, Don't bring hereafter. ഇനി മേലാൽ കൊണ്ടുവരേണ്ട, We have everything. കാരണം ഞങ്ങൾക്ക് സകലതും ലഭിച്ചിരിക്കുന്നു. Because of that, they built tabernacle in the glory of God descended. ആയതിനാൽ അവർ സമാഗമന കൂടാരം പണിതു, അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. Whether it is little or more, അത് അല്പമാണെങ്കിലും അധികമാണെങ്കിലും whatever we do, cheerfully we have to do. നാം എന്തു തന്നെ കൊടുത്താലും അത് സന്തോഷത്തോടുകൂടി കൊടുക്കണം. Next thing, അടുത്തതായി in Philippians chapter 2 verse 17 when we read, ഫിലിപ്പിയ ലേഖനം 2 അതിന്റെ 17 വാക്യം നാം വായിക്കുമ്പോൾ, our ministry also must be with thankfulness and joyfulness of heart. നമ്മുടെ ശുശ്രൂഷയും നന്ദിയോടുകൂടിയും ഹൃദയ സന്തോഷത്തോടുകൂടിയും ആയിരിക്കണം. Sacrifice of faith with joy and rejoicing, it is written. അവിടെ യാഗം അർപ്പിക്കുന്നത് അത് സന്തോഷത്തോടുകൂടി ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. And that was the experience of St. Paul. അതാകുന്ന വിശുദ്ധ പൗലോസിന്റെ അനുഭവം. But in our lives, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ how we are doing? നാം പ്രകാരമാകുന്നു ചെയ്യുന്നത്. Yea, and if I be offered upon the sacrifice and service of your faith, I joy and rejoice with you all. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. Even though I have to pour out my blood, I will do it with joy, he says. എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുമെന്നവൻ പറയുന്നു. And he did it. അവൻ അത് ചെയ്തു. That was the secret of his blessings. അതാകുന്നു അവന്റെ അനുഗ്രഹങ്ങളുടെ രഹസ്യം. Yes, dear child of God, പ്രിയ ദൈവ പൈതലേ, we have to do everything wholeheartedly, joyfully. നാം സകല കാര്യങ്ങളും മുഴു ഹൃദയത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ചെയ്യണം. Old Testament time, they had to offer literal sacrifices. പഴയ നിയമകാലത്തിൽ അക്ഷരികമായ യാഗങ്ങൾ അവർ അർപ്പിക്കേണ്ടിയിരുന്നു. And that also they did it wholeheartedly. അതും അവർ മുഴു ഹൃദയത്തോടുകൂടി ചെയ്തു. That's why they were accepted. അതുകൊണ്ടാകുന്നു അവർ അംഗീകരിക്കപ്പെട്ടത്. How much more we have to do? എത്ര അധികമായി നാം ചെയ്യണം. We don't offer literal sacrifice, നാം അക്ഷരികമായ യാഗങ്ങളെ കൊടുക്കുന്നില്ല. but we have to present our body as a living sacrifice. എന്നാൽ നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി തന്നെ നാം സമർപ്പിക്കണം. Lord, what a easy way you have prepared for me. What shall I more give it to thee? With that desire, with that expectation of sacrificing more, we have to worship the Lord and serve the Lord. ദൈവമേ, എത്ര ലളിതമായിട്ടാകുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ നൽകി തന്നത്. ആയതിനാൽ ഞാൻ അധികമായി നൽകും എന്നുള്ള ആഗ്രഹത്തോടും സന്തോഷത്തോടുകൂടിയും നാം ദൈവത്തിന് നമ്മെ തന്നെ കൊടുക്കണം. നാം ദൈവത്തെ ശുശ്രൂഷിക്കണം. I visited a particular place. ഒരിക്കൽ ഞാൻ ഒരു പ്രത്യേക സ്ഥലം സന്ദർശിച്ചു. That brother asked me. ആ സഹോദരനോട് ചോദിച്ചു. It happened around 23 years before. 23 വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാകുന്നു. At that time I was serving in Kanpur. ഞാൻ കാൺപൂരിൽ കർത്തൃ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. And that brother asked me, brother, you may be finding difficult in Kanpur because here mosquitoes are more. ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, കാൺപൂരിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവിടെ വളരെ കൊതുകുകളുണ്ട്. Kanpur, it was very famous for mosquitoes. കാൺപൂർ കൊതുകുകൾ നിമിത്തം വളരെ പ്രശസ്തമാകുന്നു. I said, yes, if we try to manage, there is no electricity. That's why it is much more difficult by keeping all out or any other electronic gadgets, and by that we can chase it. But there is no electricity, and that's why we have to sit outside. We can't cover ourselves. Anyhow, these mosquitoes comes and bites.
കറണ്ട് ഇല്ലാത്തതിനാൽ കൊതുകിനെ ഓടിക്കുവാനുള്ള സാമഗ്രികൾ പ്രവർത്തിക്കാത്തതിനാൽ ഞങ്ങൾക്ക് പുറത്തു പോയി ഇരിക്കേണ്ടതായ ആവശ്യം വരുന്നു. അപ്പോൾ ഈ കൊതുകുകൾ വന്ന് ഞങ്ങളെ വളരെ ശല്യം ചെയ്യുന്നു. Immediately he brought a half-used lotion-like thing to apply all around the body. പെട്ടെന്ന് അദ്ദേഹം പകുതി ഉപയോഗിച്ചതായ കൊതുക് കടിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ളതായ ലോഷൻ അദ്ദേഹം കൊണ്ടുവന്നു. He gave it to me. അത് അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നു. And there was a girl. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. She was studying first standard. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. She started crying. അവൾ കരയുവാൻ തുടങ്ങി. And she's crying. അവൾ കരയുവാൻ തുടങ്ങി. I asked why. ഞാൻ ചോദിച്ചു എന്താകുന്നു. She was telling, don't give it to pastor. അവൾ പറഞ്ഞു ഇത് പാസ്റ്റർക്ക് കൊടുക്കരുത്. I told, okay, you take it. ഞാൻ പറഞ്ഞു മോൾ എടുത്തോളുക. I don't want it. എനിക്കത് വേണ്ട. No, brother. She is telling to give the fresh piece. അല്ല സഹോദര, അവൾ കരയുന്നത് പുതിയ പാക്കറ്റ് സഹോദരന് കൊടുക്കേണ്ടതിന് വേണ്ടിയാകുന്നു. And why you are giving half used? എന്തുകൊണ്ടാകുന്നു പകുതി ഉപയോഗിച്ച പാക്കറ്റ് കൊടുക്കുന്നത്? You give the full piece. മുഴുവനായിട്ടുള്ള പാക്കറ്റ് കൊടുക്കുക. Fresh piece you give it to pastor. നല്ല പാക്കറ്റ് തന്നെ കൊടുക്കുക. That's why she is crying. അതുകൊണ്ടാകുന്നു അവൾ കരയുന്നത്. I have to buy it from market and give it to you, she says. അവൾ എന്നോട് പറയുന്നത് നിങ്ങൾ മാർക്കറ്റിൽ പോയി അത് മേടിച്ച് സഹോദരന് കൊടുക്കണം. I see that heart of that girl. ആ കുഞ്ഞിന്റെ ഹൃദയത്തെ നോക്കുക. Work of God. It must be given a fresh and a perfect one. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് പുതുതായതും അത് പൂർണ്ണതയുള്ളതുമായി തന്നെ The നൽകപ്പെടണം. next thing, അടുത്ത കാര്യം, we have to run our race with joy. നാം നമ്മുടെ ഓട്ടം സന്തോഷത്തോടു കൂടി ഓടണം. That is what God expects from our life. അതാകുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Psalms 19:5 when we read, 19-ാം സങ്കീർത്തനം 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, like a bridegroom, ഒരു മണവാളനെ പോലെ, like a son, സൂര്യനെ പോലെ, no speck of grief in a bridegroom. മണവാളന്റെ ജീവിതത്തിൽ ഒരു ദുഃഖവും കാണപ്പെടുന്നില്ല. Or sun, we can't see a speck of darkness. സൂര്യനിൽ യാതൊരു വിധമായ അന്ധകാരം നമുക്ക് ഇരുളും കാണുവാൻ സാധ്യമല്ല. See, two people went to Mount Olives. നോക്കുക, 2 പേർ ഒലിവുമലയിലേക്ക് പോയി. One was David, ഒരാൾ ദാവീദ്, crying, കരഞ്ഞുകൊണ്ട് പോയി, weeping, വിലപിച്ചുകൊണ്ട് പോയി, complaining, പരാതി പറഞ്ഞുകൊണ്ട് പോകുന്നു, head covered. തന്റെ തല മൂടിക്കൊണ്ട് പോകുന്നു. Jesus also went to the Mount Olive, യേശുവും ഒലിവുമലയിലേക്ക് പോയി singing songs, പാട്ട് പാടിക്കൊണ്ട് joyfully. സന്തോഷത്തോടു കൂടി. He had to face much more suffering, reproach and shame, even death. താനും വളരെയധികം ദുഃഖവും നിന്ദയും വേദനയും മരണവും സഹിക്കേണ്ടിയിരുന്നു. But joyfully he did it. എന്നാൽ സന്തോഷത്തോടു കൂടി അവൻ സഹിച്ചു. That was his secret. That was the living example before us. അതാകുന്നു നമ്മുടെ മുൻപാകെയുള്ള ജീവനുള്ള സാക്ഷ്യം. Finally, അവസാനമായി, even we have to finish our course with joy. നാം നമ്മുടെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഓട്ടം തികയ്ക്കണം. In Acts of Apostles chapter 20 verse 24 when we read, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാം വാക്യം നാം when വായിക്കുമ്പോൾ, we read entire chapter, നാം മുഴുവൻ അധ്യായം നാം വായിക്കുന്ന സമയത്ത് St. Paul knew very well വിശുദ്ധ പൗലോസിന് വളരെ നന്നായി അറിയാം, bonds and afflictions were kept before him. അവന് വേണ്ടി നിന്ദയും അല്ലെങ്കിൽ വേദനയും വെച്ചിരിക്കുന്നു. Even knowing that, അത് അറിഞ്ഞുകൊണ്ട് verse 20, behold, I go bound in spirit unto Jerusalem, not knowing the things that shall be befallen me there. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. Say, the Holy Ghost witnesseth in every city, saying that the bonds and affliction abideth me. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പട്ടണം തോറും സാക്ഷ്യം പറയുന്നു. But none of these things shall move me. എന്നാൽ ഇത് ഒന്നും തന്നെ എന്നെ കുലുക്കുന്നില്ല. Neither count my life dear unto myself, എന്റെ ജീവിതം എനിക്ക് തന്നെ പ്രിയപ്പെട്ടതായി തോന്നുന്നില്ല. that I might finish my course with joy. സന്തോഷത്തോടുകൂടി എന്റെ ഓട്ടം തികയ്ക്കണം. Yes, dear child of God. അതേ പ്രിയ ദൈവ പൈതലേ, Shall we all stand up a minute? വരിക, നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. How we are going to finish our race. എപ്രകാരമാകും ഞാൻ എന്റെ ഓട്ടം തികയ്ക്കുവാൻ? Agabus prophesied, അഗബസ് പ്രകാരം പ്രവചിച്ചു, don't go to Jerusalem. യെരൂശലേമിലേക്ക് പോകേണ്ട. If you go to Jerusalem, നിങ്ങൾ യെരൂശലേമിലേക്ക് പോകുന്നുവെങ്കിൽ they will bind you. അവർ നിങ്ങളെ ബന്ധനസ്ഥരാക്കും. Oh, St. Paul, your hands and feet will be bind. വിശുദ്ധ പൗലോസ്, നിങ്ങളുടെ കാലുകളും കരങ്ങളും അവർ കെട്ടും. You can't escape. നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. All began to cry. എല്ലാവരും കരയുവാൻ തുടങ്ങി. All began to weep. എല്ലാവരും വിലപിക്കുവാൻ തുടങ്ങി. But what St. Paul said? എന്നാൽ വിശുദ്ധ പൗലോസ് എന്താകുന്നു പറഞ്ഞത്? What mean ye, weep and break mine heart? നിങ്ങൾ എന്തുകൊണ്ടാകുന്നു കരഞ്ഞു വിലപിച്ച് എന്റെ ഹൃദയത്തെ തകർക്കുന്നത്? I am ready not to be bound only, but also at Jerusalem for the name of Lord Jesus Christ. I am ready to die. ഞാൻ യെരൂശലേമിൽ പോയി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ ഒരുക്കമായിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവ പൈതലേ, joyfully he went there. സന്തോഷത്തോടുകൂടി അവൻ അവിടെ കടന്നു ചെന്നു. And he was blessed. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. He became a perfect example before us. അവൻ നമുക്ക് മുൻപാകെ ഒരു പൂർണ്ണ മാതൃകയായി കാണപ്പെട്ടു. Let us determine in our heart, നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. hereafter I will do everything with joy. ഇനി മുതൽ ഞാൻ സകല കാര്യങ്ങളും സന്തോഷത്തോടുകൂടി ചെയ്യും. Praising God with joy. സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കും. Prayer with joy.
പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ സ്തുതിക്കും. I will sing with joy. ഞാൻ സന്തോഷത്തോടുകൂടി പാട്ട് I will പാടും. help others with joy. ഞാൻ മറ്റുള്ളവരെ സന്തോഷത്തോടുകൂടി I will do സഹായിക്കും. ministry with joy. ഞാൻ സന്തോഷത്തോടുകൂടി ശുശ്രൂഷ I will ചെയ്യും. run my race with joy. ഞാൻ എന്റെ ഓട്ടം I സന്തോഷത്തോടുകൂടി will ചെയ്യും. finish my course with joy. ഞാൻ എന്റെ ഓട്ടം സന്തോഷത്തോടുകൂടി Let us പൂർത്തീകരിക്കും. commit ourselves. May the Lord give us grace. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ.